സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്ന് 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ്. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, തിരുവനന്തപുരം, പാലക്കാടും ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പാണ്. കുറെ കൂടി മഴ തീവ്രത കൂടാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ. എന്താണ് ഇപ്പോൾ മഴ കനക്കാനുള്ള കാരണമായി കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്? സൈഫുദ്ദീൻ, വരുന്ന ദിവസങ്ങളിലും ശക്തമായ മഴ സംസ്ഥാനത്തൊട്ടാകെ ലഭിക്കുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാവുകയാണ്. അതിന്റെ സൂചനയാണ് ഇന്ന് 2 ജില്ലകളിൽ ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, പാലക്കാട് ജില്ലകളിൽ ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ഇന്ന് പുലർച്ചെയാണ് 6 ജില്ലകളിൽ കൂടി യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ ലഭിക്കും എന്നാണ് മുന്നറിയിപ്പ് പറയുന്നത്. അതിൽ തന്നെ ഇന്ന് രാവിലെ തൊട്ട് തന്നെ വടക്കൻ ജില്ലകളിൽ മലയോര മേഖലയിൽ ശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം തെക്കൻ ജില്ലകളിലാണെങ്കിൽ ഇന്നലെ രാത്രി ഒറ്റപ്പെട്ട ഇടവിട്ട മഴ ലഭിച്ചിരുന്നു. രാവിലെ മുതൽ മൂടിക്കെട്ടിയ അന്തരീക്ഷം തുടരുകയാണ്. ഇടയ്ക്ക് ചെറിയ ചാറ്റൽ മഴ പോലുള്ള സാഹചര്യങ്ങളുണ്ട്. തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ മലയോര മേഖലയിൽ ശക്തമായ കാറ്റും മഴയും ലഭിക്കുന്നുണ്ട്. ഏതായാലും സംസ്ഥാനത്തുടനീളം വരുന്ന ദിവസങ്ങളിൽ 31-ാം തീയതി വരെ ഏതാണ്ട് ഒരാഴ്ചക്കാലം ഇടിയോടുകൂടിയ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അതിൽ പ്രധാനമായും കാണേണ്ടത് വടക്കൻ കേരളം മുതൽ മധ്യ ഗുജറാത്ത് തീരം വരെ നീണ്ടുകിടക്കുന്ന ന്യൂനമർദ്ദ പാത്തിയുടെ സാമീപ്യമാണ് ഈ ശക്തമായ മഴയ്ക്ക് കാരണം. ഇത് ഒരാഴ്ചത്തോളം നീണ്ടു നിൽക്കും എന്ന നിരീക്ഷണം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ വരുന്ന ദിവസങ്ങളിൽ വരുന്ന ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ തീരദേശത്തും മലയോര മേഖലയിലുമാണ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുള്ളത്. ഉയർന്ന തിരമാലയ്ക്കും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ രാത്രികാല യാത്രയും തീരപ്രദേശത്തുള്ളവർ കടലിലേക്ക് പോകുന്നതിലും ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും മറ്റ് ചുമതലപ്പെട്ടവരും നൽകുന്നത്. സൈഫുദ്ദീൻ. ശരി ആഷിഖ്. കോഴിക്കോട്ട് മലയോര മേഖലകളിൽ കനത്ത മഴ, ചെമ്പുകടവ് പാലത്തിൽ വെള്ളം കയറി. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും. ലിഡിയ, കോഴിക്കോട് മലയോര മേഖലകളിലൊക്കെ കനത്ത മഴ തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ ചെമ്പുകടവ് പാലത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? സൈഫുദ്ദീൻ, കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. ഇന്നലെ അർദ്ധരാത്രി മുതൽ കോഴിക്കോടിന്റെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. മലയോര മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത്. ചെമ്പുകടവ്, കോഴിക്കോട് ചെമ്പുകടവ് പാലത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. ചെമ്പുകടവിൽ കടവിൽ മാത്രമല്ല പല പുഴകളിലും ഇപ്പോൾ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് പല പാലങ്ങളിലും ഒക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ചാലിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ചെമ്പുകടവ് പാലത്തിലേക്കും വെള്ളം കയറിയിരിക്കുന്നത്. പാലത്തിന് മുകളിൽ കൂടി വെള്ളമുള്ള അവസ്ഥയാണ്. ചെമ്പുകടവ് പാലത്തിന്റെ അക്കരെ താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങളുണ്ട്. കുറച്ച് ആദിവാസി കുടുംബങ്ങളൊക്കെ താമസിക്കുന്നുണ്ട്. അവർക്ക് പുറത്തേക്ക് വരാൻ കഴിയാത്തൊരു സ്ഥിതിയാണ്. അവർ അക്കരെ കുടുങ്ങിയ ഒരു സ്ഥിതിയിലാണ് നിലവിലുള്ളത്. ഒഴുക്കു കാരണം പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിലൂടെ അവർക്ക് പുറത്തേക്ക് സഞ്ചരിക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണുള്ളത്. ചെമ്പുകടവ് പാലത്തിൽ മാത്രമല്ല പല പുഴകളിലും ജലനിരപ്പ് ഉയർത്തുന്നതിനെ തുടർന്ന് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ ഉടനീളം ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. സൈഫുദ്ദീൻ. ലിഡിയ ജേക്കബാണ് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വയനാട്ടിലും കനത്ത മഴയാണ്. മേപ്പാടി മുണ്ടക്കയിൽ ചെറിയ മണ്ണിടിച്ചിലുണ്ടായി. പുത്തുമല കശ്മീർ ദ്വീപിലെ ചില കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മഴയെ തുടർന്ന് ജില്ലയിൽ 3 സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. ബാണാസുര അണക്കെട്ടിൽ 15 സെന്റിമീറ്റർ കൂടി വെള്ളം ഉയർന്നാൽ റെഡ് അലേർട്ട് ആകും. ഈ അനീസ് അലി വിവരങ്ങൾ നൽകും. അനീസ്, ഇന്ന് രാവിലെ മുതൽ മഴയ്ക്ക് ചെറിയ ശമനമുണ്ടെന്ന വിവരം അനീസ് തന്നെ നൽകിയിരുന്നതാണ്. ഇന്നിപ്പോൾ ഈ ബാണാസുര അണക്കെട്ടിലെ അവസ്ഥ എന്താണ്? ഏതൊക്കെ ഭാഗങ്ങളിലാണ് സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുള്ളത്? ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? റെഡ് അലേർട്ട് പ്രഖ്യാപിക്കേണ്ട സാഹചര്യമില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. 10 സെന്റിമീറ്റർ കൂടിയാണ് ഇനി വെള്ളം ഉയരാനുള്ളത്. പക്ഷേ ഇപ്പോൾ വൃഷ്ടി പ്രദേശങ്ങളിലെ മഴ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡാം തുറക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല എന്നാണ് ഇതുവരെയുള്ള ഒരു നിഗമനം. ഇന്നലെ രാത്രി കനത്ത മഴ പെയ്തിരുന്നു. ജില്ലയിൽ ഉടനീളം മഴ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മേപ്പാടി, മുണ്ടക്കൈ, ചൂരൽമല മേഖലകളിലാണ് ഏറ്റവും ശക്തമായി മഴ പെയ്തത്. ഇന്നലെ രാത്രി 200 mm വരെ മഴ പെയ്ത സ്ഥലങ്ങൾ ജില്ലയിലുണ്ട്. കനത്ത മഴയുണ്ടായിരുന്നു. ഈ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം എന്ന് പറയുന്നത് മുണ്ടക്കൈയിലെ ഒരു കാട്ടിനുള്ളിലാണ്, ജനവാസ കേന്ദ്രമല്ല. അതുകൊണ്ട് തന്നെ ആശങ്കിക്കേണ്ട സാഹചര്യം അവിടെ ഇല്ല. ചെറിയ മണ്ണിടിച്ചിൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളതും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു മണ്ണിടിച്ചിലിന്റെ സമീപത്ത് തന്നെയാണ് അത് ഉണ്ടായിട്ടുള്ളത്. ആ പ്രദേശങ്ങളിൽ തന്നെയാണ്, മേപ്പാടി മേഖലകളിൽ തന്നെയാണ് 3 സ്കൂളുകൾക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്.
ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ നിലവിലില്ല. മഴയുടെ ശക്തി രാവിലെ പുലർച്ചയോടുകൂടി കുറഞ്ഞിരുന്നെങ്കിലും പിന്നീട് മഴ ജില്ലയിൽ പരക്കെ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ ഇപ്പോൾ ഒരു അരമണിക്കൂറോളമായി മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ചില മേഖലകളിൽ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഡാം തുറക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. വൃഷ്ടിപ്രദേശങ്ങളിലെ മഴ കുറഞ്ഞിട്ടുണ്ട്. കനത്ത മഴ തന്നെയായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി ജില്ലയിൽ വലിയ തരത്തിലുള്ള മഴ തന്നെ പെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം അന്ന് പെയ്ത മഴയേക്കാൾ കൂടുതൽ മഴ ഇന്നലെ രാത്രി പെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. കാരണം 200 mm എന്ന് പറയുന്നത് വലിയൊരു കണക്കാണ്. 2 ആഴ്ചയോളം പെയ്യേണ്ട മഴയുടെ കണക്കാണ് അത് സൂചിപ്പിക്കുന്നത്. അത്രയും മഴ പെയ്തു. പക്ഷെ ഇന്ന് രാവിലെ ആയതോടുകൂടി തന്നെ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. ശരി അനീസ്.